ഇതുവരെ ഇതിപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ഇത്രയും വലിയൊരു കഥ അവിടെ അവതരിപ്പിച്ചു. അത് കള്ളക്കഥയാണെന്ന് ഈ പറയുന്ന സെക്യൂരിറ്റിയെ വിളിച്ചു നിർത്തി സംസാരിച്ചത് പൊളിഞ്ഞതാണ്. എന്നിട്ട് പോലും ഈ കുക്കു പരമേശ്വരൻ ഇപ്പോഴും ആ ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഞാൻ വീട്ടിലിരിക്കുന്നു. ഇല്ല. ഉണ്ണീഷ് ഗോപാൽ കുക്കു പരമേശ്വരനും സംസാരിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് നീന കുറുപ്പ്. അപ്പം ഞാനാണ് കുറ്റം ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ, അത് നിങ്ങൾക്ക് അവരുടെ കംപ്ലൈൻറ്റിനുള്ള ഉത്തരം തന്നെ അവരുടെ ആ ഓഡിയോ പുറത്തായതിനകത്തുണ്ട്. അവർ തന്നെ പറയും. ഈ നീന കുറുപ്പിൻ്റെ കോളിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അവർ പറയുന്നുണ്ടല്ലോ, കമ്മിറ്റി ആയിരിക്കാം ഇത് പുറത്ത് വിട്ടത്, നീ ആയിരിക്കത്തില്ല, പക്ഷെ നീ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ പുറത്ത് വിട്ടൊരു സാധനമാണെങ്കിൽ ഞാനതെങ്ങനെ പ്രൂവ് ചെയ്യും? അത് ഭീഷണിയാണല്ലോ അത്. ഒരിക്കലും ഇല്ല. അവിടെ നടക്കുന്ന ഒന്നും പിന്നെ എന്തോ ഐക്യാമ്പൊക്കെ നടന്ന് ഞാൻ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞത്, അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല. അതെ, നീന കുറുപ്പ് ഇങ്ങനെ സ്ഥിരം എന്നെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് ഇനി സംസാരിക്കുന്നില്ല. അപ്പം മീറ്റിങ്ങിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് നീന കുറുപ്പിനോട് സംസാരിക്കേണ്ടെന്ന് പറയും. നീന കുറുപ്പ് എന്നോട് സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ പോലും അന്തം വിട്ടോ, ഇത്രയും സ്നേഹമുള്ള ലേഡിയാണോ എന്ന് തോന്നിപ്പോകും. മോളെ എന്ന് വിളിച്ചിട്ട് അവരെനിക്ക് എന്തൊക്കെ ഉപദ്രവം ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ശല്യം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പറഞ്ഞ് ജനറൽ ബോഡിയിൽ നമുക്കിത് സംസാരിക്കാം എന്നാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ആയ സ്ഥിതിക്ക് എനിക്കൊരു ഉറപ്പില്ല. ജനറൽ ബോഡിക്ക് മുന്നേ എന്നെയോ ഈ പറയുന്ന മുഹമ്മദിനെയോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും എനിക്ക് പേടിയുണ്ട്. അപ്പം മുഹമ്മദ് ആത്മഹത്യ ചെയ്യുന്ന ഒക്കെ പറഞ്ഞാണ് ഈ കമ്മിറ്റിയിൽ ഇവർ ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം മുഹമ്മദിനെ കൊന്നിട്ട് അത് ആത്മഹത്യയാക്കാൻ അത് മുഹമ്മദിൻ്റെ ഓഡിയോയിലുണ്ട്. മുഹമ്മദ് ഇല്ലാതായാൽ അത് എൻ്റെ തലയിൽ വരുന്ന രീതിയിലാണ് ഇവർ കഥ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അയാൾ തന്നെ പറയുന്നത് ആ ഓഡിയോയിലുണ്ട്. അമ്മയിൽ തന്നെ ജോലി ചെയ്യാമെന്ന് ഞാൻ നേർന്ന് നടക്കുന്ന ആളൊന്നുമല്ല. എനിക്കിപ്പം ഇത്രയും അപമാനം ഉണ്ടായ സ്ഥിതിക്ക് ഇതിൻ്റെ മുന്നോട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. ഞാനല്ലല്ലോ തീരുമാനിച്ചത്, ഞാൻ വീട്ടിലിരുന്നാൽ മതി എന്ന് അമ്മ അസോസിയേഷനിലുള്ളവരല്ലേ തീരുമാനിച്ചത്. ക്യാൻസൽ ചെയ്ത ശേഷം ഞാൻ വീട്ടിലിരുന്നാൽ മതി എന്ന് അവർ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. കുക്കു പരമേശ്വരൻ ഓഫീസിൽ വരുന്നിടത്തോളം ഞാൻ സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് തിരിച്ചെടുത്തു. അത് മീഡിയയുടെ മുമ്പിൽ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എവിടെയെന്നുള്ളത് ആരെങ്കിലും ചോദിച്ചോ? പ്രസിഡന്റാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അറിഞ്ഞൂടാ, സാലറിയൊക്കെ വന്നാലല്ലേ ജോലി ഇതാണ്. ഞാനിപ്പോൾ ലേബർ ഓഫീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. തൊഴിൽ പീഡനവും ഈ പാതിരാത്രി ജോലി ഏൽപ്പിച്ചതിനുള്ള പരിഹാരവും ഒക്കെ. ഈ ഓവർ ടൈം ചെയ്തതിനൊന്നും 5 പൈസ തന്നിട്ടില്ല എനിക്കതൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ ലേബർ ഓഫീസിലെ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം ഉണ്ട് വിത്ത് എവിഡൻസ്. ഗ്രൂപ്പ് ഇവർ തന്നെ, സെക്രട്ടറിയും നീന കുറുപ്പ്, ഉണ്ണീഷ് ഗോപാലും പിന്നെ 1-2 പേരും കൂടെ ഉണ്ട്. അവർ നിഷ്പക്ഷമാണെന്ന് പുറമെ കാണിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതുപോലെ ഇപ്പം നീന കുറുപ്പിൻ്റെ ഓഡിയോ, ഈ മുഹമ്മദ് വിട്ട ഓഡിയോയിലാണ് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളത് ഇവരിതിനുണ്ടെന്നുള്ളത്. അതുപോലെ അവർ തന്നെ ഓരോന്ന് പുറത്ത് വന്നോളൂ. എല്ലാത്തിൻ്റെ അറ്റത്ത് നീന കുറുപ്പ് ചേച്ചി ഉണ്ടല്ലോ. അപ്പം പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തായിരിക്കും എന്ന്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, നിനക്ക് അകത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, നീ എന്തിനു പുറത്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇതേ ആൾ തന്നെ ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് 1-2 ദിവസമായുള്ളൂ ഇവരുടെ ഒരു കംപ്ലൈൻറ്റ് ടിനി ടോമിനെതിരെ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ മീഡിയയിലൊക്കെ. അതാരാ പുറത്തു വിട്ടത്? അകത്ത് മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ അകത്ത് അവരയച്ച മെയിൽ ആക്സസ് ഞങ്ങൾക്ക് ആർക്കും ഇല്ല, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മറ്റുള്ളവർക്കും ഇല്ല. അപ്പോൾ ഇതാരായിരിക്കും പുറത്തു വിട്ടത്? ഈ നീന കുറുപ്പും കുക്കു പരമേശ്വരൻ, ഉണ്ണീഷ് ഗോപാലും അറിയാതെ ഇത് പുറത്ത് പോവോ? അപ്പോൾ ഇവർ തന്നെ പുറത്ത് വിട്ടിട്ട് ഇവർ തന്നെ വിക്ടിം കാർഡ് കളിക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞ ആൾ, അത് ഓഡിയോയിൽ അവർ തന്നെ പറയുന്നത് കേൾക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇത് അടുത്ത സംഭവം ഉണ്ടാക്കിയിട്ട് വിക്ടിം കാർഡ് കളിക്കുകയല്ലാന്ന് എന്താ ഉറപ്പ്? ടിനി ടോമിനെതിരെയും ഗൂഢാലോചന ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ടിനി ടോം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പേഴ്സണലി ഞാൻ കേട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ അടുത്ത് മാന്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്നേ വരെ മോശമായിട്ട് ഈ പറയുന്ന അൻസിബയെക്കുറിച്ച് വളരെ മോശമായിട്ട് എൻ്റെ മുമ്പിൽ സംസാരിച്ച ആൾ കുക്കു പരമേശ്വരനാണ്. അതേക്കുറിച്ച് പരാതിയൊന്നും വന്ന് ഞാൻ കണ്ടിട്ടുമില്ലല്ലോ.
അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, കമ്മിറ്റിയിൽ നിന്നുള്ള കാര്യം മൊബൈൽ വഴി കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളെ വിളിച്ചിട്ട് ഇത് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ആരാണ് അവിടെ ലീക്ക് ചെയ്യുന്ന ആള്? അപ്പോൾ കമ്മിറ്റിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പുറത്തു പോകണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന ടിനി ടോമിന്റെ പരാതി വരെ മീഡിയയിൽ വരണമെങ്കിൽ ആരായിരിക്കും മീഡിയ ആയിട്ട് പുറത്തു വിട്ട ആള്? ഉറപ്പായിട്ടും എൻ്റെ പരാതിയിൽ എല്ലാ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ നടപടി, എൻ്റെ ടെർമിനേഷൻ നടപടി അവർ റദ്ദാക്കിയതും വിത്ത് എവിഡൻസ് ചെക്ക് ചെയ്തിട്ടാണ്. ആ എവിഡൻസ് എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എന്നെ അവർ വേറെ മറ്റു രീതിയിലൊന്നും അപായപ്പെടുത്താത്തിടത്തോളം കാലം ഞാൻ നിയമപരമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.